എന്റെ വൈഫിന് ചുമച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്വാസം ബന്ധായി പോകുന്നൊരു അസുഖമായിരുന്നു. അപ്പം ഞാൻ ഗൾഫിൽ പോകുന്ന ആ സമയത്ത് ഉണ്ടായിരുന്നു. രാത്രി യാത്ര പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ചുമ സൗണ്ട് ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഗൾഫ് പോക്ക് വരെ നിർത്തിയിട്ടുണ്ട്. അത്രക്കും ഭയാനകരമായ സന്ദർഭത്തിലായിരുന്നു എന്റെ പ്രൊഡക്റ്റ് എന്റെ കയ്യിലിട്ട്. അങ്ങനെ വൈഫിന് ആശ്വാസവും അതുപോലെ തന്നെ 95 കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊടുത്തു. 3 മാസം കണ്ടിന്യൂ ആയി കൊടുത്തപ്പോ ഇന്ന് ആ അസുഖം ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള. അത് കൊടുക്കലും കൂടി എന്റെ വൈഫിന് ഭയങ്കര കോൺഫിഡന്റ് വന്നു. എന്റെ മകൾക്ക് ഇതുപോലെ തന്നെ സ്കൂള് അതുപോലെ മദ്രസയിലൊക്കെ മാർക്ക് വളരെ കുറവാണ്. എങ്ങനെ പിന്നെ പരീക്ഷ എഴുതി വന്നാലും 2 മാർക്ക് 3 മാർക്ക്. കാരണം 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, 7ാം ക്ലാസ്സിലൊക്കെ. അങ്ങനെ വീട്ടിൽ വന്നിട്ട് അവൾ കരയായി. അപ്പൊ ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് പോയിരുന്നാൽ എനിക്ക് മാർക്ക് ഉണ്ടാവില്ല. മിംസ് ഹോസ്പിറ്റൽ കൊണ്ട് ഡോക്ടറെ കാണിച്ചു. അപ്പം ഡോക്ടറോട് ഇങ്ങനെ വിഷയമുണ്ട്, അതുകൊണ്ട് ഇതിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ലെറ്റർ തരാം, നിങ്ങൾ മദ്രസയിലും അതുപോലത്തെ സ്കൂൾ മാഷന്മാർക്ക് കൊടുത്താൽ മതി. ഞാനത് കൊണ്ടുവന്നു സ്കൂൾ മാഷന്മാർക്കും അതുപോലെ തന്നെ മദ്രസയിലെ ഉസ്താദന്മാർക്കും കൊടുത്തു. അങ്ങനെ സ്കൂളിൽ അവരെ ജയിപ്പിച്ചു, മദ്രസയിൽ അവർ പരാജയപ്പെടുത്തി. അങ്ങനെ 7ാം ക്ലാസ്സിൽ ആയി. അങ്ങനെ ഞാൻ കവചപ്രാവശ്യം അവർക്ക് എന്താക്കി കൊടുക്കാൻ തുടങ്ങി. 1 മാസം 2 മാസത്തോളം കവചപ്രാവശ്യം നല്ലോണം കഴിപ്പിച്ചു. അങ്ങനെയാണ് 7ാം ക്ലാസ്സിലെ പൊതുപരീക്ഷ വരുന്നത്. ആ പൊതുപരീക്ഷയിൽ 2nd ക്ലാസ്സോടുകൂടി പാസ്സായിരുന്നില്ല. ഞങ്ങൾക്ക് വേറെ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ അവർക്ക് ചെയ്തിട്ടില്ല. ഈ കവചപ്രാവശ്യം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ വീട്ടിൽ ഭയങ്കര ഹാപ്പി. അതുപോലെ തന്നെ എല്ലാവർക്കും. എനിക്ക് മൂത്ര സംബന്ധമായ ഭയങ്കര പ്രശ്നം വന്നു. അങ്ങനെ മൂത്രം വയ്ക്കാൻ പറ്റാത്ത പ്രയാസം വന്നപ്പോൾ ഞാൻ 2 കഷ്ടപ്പെട്ടു. ഒരു കല്യാണം ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി. അങ്ങനെ രാവിലെ തന്നെ ഉടനെ കല്യാണം കഴിഞ്ഞ് ഉടനെ പിറ്റേ രാവിലെ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ ഞാൻ പറയുന്നില്ല, ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറിനോട് നിങ്ങൾ പ്രോസ്റ്റേറ്റ് കണ്ടി വളരെ തടിച്ചിട്ടുണ്ട്, നീർക്കെട്ടുണ്ട്, 90% ക്യാൻസറിനുള്ള സാധ്യതയാണ്. അത് പറയുമ്പോഴത്തേക്ക് ഞാൻ ആകെ എന്താക്കി, പകുതി ഒരു കുട്ടിയോടും പറഞ്ഞില്ല. ആ ടെൻഷൻ ആയിട്ട് അങ്ങനെ വീട്ടിലെത്തി, വീട്ടിലും പറഞ്ഞില്ല. വീട്ടിലും പറഞ്ഞ പ്രശ്നം ഗുളിക എഴുതിയിട്ട്. അപ്പൊ ഞാൻ എന്താക്കി, ഒരാഴ്ചത്തെ ഗുളിക വെറുതെ മടിച്ചു വെച്ചാൽ. അങ്ങനെ വീട്ടിൽ വന്ന് നമ്മളെ 95ന്റെ പകുതിയും അതുപോലെ യൂറിഫ്ലെക്സ് ക്യാപ്സൂളും ലിക്വിഡും ഞാൻ 1 മാസം കണ്ടിന്യൂ ആയി കഴിച്ചു. ആ സമയത്തല്ല എൻ്റെ മനസ്സിലുള്ളത്, പഠിച്ചത് ക്യാൻസർ ആയല്ലോ, ഡോക്ടർ പറഞ്ഞല്ലോ ഇത് ആരോടും പറയാൻ പറ്റില്ല. കാരണം ഇത് മനസ്സിലിട്ട് ഇങ്ങനെ ഒരു നടക്കുകയായിരുന്നു. അപ്പൊ അപ്ലൈയിലൊക്കെ സംഭവം ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ 1 മാസം കഴിഞ്ഞ് ഞാൻ PSA ടെസ്റ്റ് ചെയ്തു. PSA ടെസ്റ്റ് എന്ന് വെച്ചാൽ ക്യാൻസറിനുള്ള ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ചെയ്ത ശേഷം ഞാൻ ആ റിസൾട്ട് എറണാകുളത്തുള്ള യൂറോളജിസ്റ്റിന്റെ ഡോക്ടർക്ക് ഡയറക്റ്റ് വിട്ടു ചെയ്യാൻ. അദ്ദേഹം പറഞ്ഞു, ഇതിലൊരു പ്രശ്നമില്ല, ഓപ്പറേഷൻ വളരെ നോർമൽ ആയിട്ടുള്ള വിഷയമില്ല എന്ന്. അത് ഞാൻ ആകെ അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. അങ്ങനെ പിറ്റേ ദിവസം 2ാമത്തെ ഞാൻ ഈ റിസൾട്ട് കൊണ്ട് കോഴിക്കോട് ഈ ഹോസ്പിറ്റലിൽ ആ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു. ആദ്യം എന്നോട് പറഞ്ഞു ഓപ്പറേഷൻ പെട്ടെന്ന് വേണം, 80,000 രൂപ വേണം, പിന്നെ 50 ലക്ഷം രൂപ അടുത്ത് മൊത്തം വരൂലേ. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ പിന്നെ 1 മാസം കഴിഞ്ഞ് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന്. അപ്പൊ ഇതെല്ലാം കഴിച്ച് ഈ റിസൾട്ടും കൊണ്ട് ഈ കോഴിക്കോട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ആൾ എന്നോട് ചിരിച്ചോട് ചോദിക്കുക, അതൊക്കെ ഓപ്പറേഷൻ വേണോ, നിങ്ങൾ കാര്യം ഈ ഗുളിക തന്നെ കഴിച്ചാൽ മതി. മൂപ്പര വിചാരിച്ച് ഞാൻ ഗുളിക കഴിച്ചാന്ന്. പിന്നെ ഇന്ന് വരെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. അതാണ് 3ാമത്തെ റിസൾട്ടാ പറയുന്നത്.